എല്ലാവർക്കും നമസ്കാരം. ബ്ലസ്സിഭായി പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഒരുമിച്ച് വന്ന സമയത്താണ് ഒരു ഫോൺ കോൾ വന്നത്. ഇദ്ദേഹം അതെന്നോട് പറഞ്ഞില്ല. ഞാൻ കണ്ടു മാറി നിന്ന് സംസാരിക്കുന്നു. പക്ഷേ അങ്ങനെ ഏറ്റവും നല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു കോളായിരുന്നു എന്ന് പറഞ്ഞത് ഞാൻ അപ്പം അത് കയറി തൂങ്ങിയനെ. എന്തായാലും ഇപ്പോഴും നിങ്ങൾക്കത് മിസ്സായിട്ടില്ല. അവർ രണ്ടുപേരും കൂടി ഇരിപ്പുണ്ട്, നമ്മൾ രണ്ടുപേരും അടുത്ത് നിൽക്കണമുണ്ട്. വലിയ സന്തോഷം. ഞാൻ ഇവർ രണ്ടുപേരും ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്കിവിടെ പരിചയമുള്ള നിർമ്മാതാക്കളിൽ ഒരാൾ അലക്സ്ത്യാനാണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പഴകിയ ബന്ധമുള്ള ആൾക്കാരാണ്. ഞങ്ങൾ ഒരുമിച്ച് പണ്ട് ഞാനും ബിജു മേനോനും അലക്സ്ത്യാനും ലാൽ ജോസും സുധീഷ് മീശമാൻ്റെ പ്രൊഡ്യൂസറും ഞങ്ങൾ ഒരുമിച്ച് ഒരു കാസറ്റ് കമ്പനി തുടങ്ങിയതാണ്, ഗുഡ് 5 എന്ന് പറഞ്ഞിട്ട്. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ 5 ശരിയല്ല അത്. അതുകൊണ്ട് പിന്നെ കമ്പനി മുന്നോട്ട് പോയില്ല. അത് തമാശ പറഞ്ഞാണ്. ഞങ്ങൾ തമ്മിലുള്ള ഐക്യവും കാര്യങ്ങളൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ അലക്സ്ത്യാനെ ഞങ്ങൾ കാണുന്നത് അലക്സ്ത്യാൻ്റെ ജോലിയായിട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് അലക്സ്ത്യാൻ ലാൽ ജോസിൻ്റെ ആദ്യത്തെ സിനിമ ചെയ്യാനുള്ള മറത്തൂർ കനവ്. അതിനുശേഷം അലക്സ്ത്യാൻ പല സിനിമകൾ ചെയ്തു. അദ്ദേഹം ഒരുപാട് ബിസിനസ് കാര്യങ്ങൾ, റിസോർട്ട് ഒക്കെ ഉള്ള അദ്ദേഹത്തെയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ റിസോർട്ടിലൊക്കെ പോയി താമസിച്ചിട്ടുള്ളതാണ്. എനിക്ക് ഏറ്റവും ഒരു സഹോദര തുല്യനായിട്ടുള്ള അലക്സ്ത്യാൻ്റെ വിളി രാവിലെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വരാം എന്ന് പറഞ്ഞു. ഞാനിവിടെ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ പാർട്ട്നേഴ്സ്, അദ്ദേഹത്തിൻ്റെ ബാല്യകാല സുഹൃത്ത് ആയ സജീവായി, അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി ഞാൻ, അതുപോലെ രഞ്ജിത്ത്, മലയാള സിനിമയിലേക്ക് വരുന്ന പുതിയ താരോദയം. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞ ആലുവ സംഗമമാണോ എന്ന് എനിക്ക് തോന്നിപ്പോയത് പെട്ടെന്ന്. കാരണം വലിയ ഭാഗ്യമുണ്ട്, ആലുവയിൽ നിന്ന് ഒരുപാട് കലാകാരന്മാർ ഇന്ന് സിനിമയിൽ സജീവമായിട്ടിരിക്കുന്നുണ്ട്. വലിയ സന്തോഷം. പിന്നെ ഈ പറയുന്ന പോലെ ഒക്കെ സഹോദര തുല്യരാണ് ഇവിടെ ഇരിക്കുന്നത്. ഒന്ന് ഇപ്പുറത്ത് ജോണി, ഒന്ന് അജിബ് ഭായ്, ലിസ്റ്റിൻ, മനോജ്. ഞാൻ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി നോക്കി നടന്നിരുന്ന ഈ രാജേഷിനെ. കാരണം നമ്മൾക്ക് ഭയങ്കര രസകരമായ പാട്ടുകൾ തന്നിട്ടുള്ള അദ്ദേഹത്തെ നമ്മൾ ഇന്നല്ല ആദ്യമായിട്ട് കാണണേ. അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായി ഇവിടെ വരാൻ സാധിച്ചതിൽ. അതുപോലെ തന്നെ നിങ്ങളൊക്കെ നേരിട്ട് കാണാൻ സാധിച്ചാലും. പിന്നെ ഇതിൻ്റെ ട്രെയിലർ നമ്മൾ കണ്ടു, പാട്ടുകൾ നമ്മൾ കണ്ടിട്ടില്ല. കാണിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ട്രെയിലർ കണ്ടെടുത്തോളം ഇതിൻ്റെ വളരെ രസകരമായിട്ടാണ് തോന്നിയത്. നന്നായിട്ട് ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സിനിമയാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതിൻ്റെ ഒരു എലിമെൻ്റ്, ഒരു കണ്ടൻറ്റ്, ഒരു ചെറിയൊരു തോട്ട് പറഞ്ഞപ്പോൾ തന്നെ വളരെ സാധ്യതയുള്ളതായിട്ട് തോന്നുന്നുണ്ട്. സിനിമ ഗംഭീര വിജയമാവട്ടെ. കാരണം ഇപ്പോൾ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ അല്ലേ തിയേറ്ററൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ സിനിമ ഓടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കെല്ലാം നന്മകൾ നേരുന്നു. അതുപോലെ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും. ഓൾ ദി ബെസ്റ്റ്. അതുപോലെ അരുൺ കുറേ കാലമായി നേരത്തെ പറഞ്ഞത് ശരിയാണ്. അരുണും നല്ല ടെക്നീഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഉപചാരപൂർവ്വം ഗുണ്ടാജയം കണ്ട് ഒരുപാട് ചിരിച്ച ഒരാളാണ്. തീർച്ചയായിട്ടും പുതിയ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാനും എനിക്ക് താല്പര്യമുള്ളതാണ്. നല്ല നല്ല സംഭവങ്ങൾ വരട്ടെ, നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ. പുതിയ ആൾക്കാരെന്ന് പറയുമ്പോൾ ഇദ്ദേഹം എന്നെ മറക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഞങ്ങൾ ഒരുമിച്ചുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഇന്നൊന്നല്ലേ തുടങ്ങിയതൊന്നുമല്ല. ലോയി സാറിൻ്റെ സിനിമ ചെയ്യുന്ന കാലഘട്ടം മുതൽ സല്ലാപം എന്ന സിനിമ ചെയ്യുമ്പം മെയിൻ അസോസിയേറ്റ് ബ്ലസ്സിഭായി ആയിരുന്നു. അപ്പം അന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാലത്ത് എത്രയോ വർഷത്തെ ബന്ധമുണ്ട്. ഇത് 95 അല്ലേ, 95-96 കാലഘട്ടം മുതലുള്ള ബന്ധമാണ്. അദ്ദേഹം അത് മറക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എന്നാലും വലിയ സന്തോഷം എല്ലാവരെ കാണാൻ. അതുപോലെ പുതിയ തലമുറയിലെ ആൾക്കാർ, ഐശ്വര്യ, നമ്മളെല്ലാം കിടുക്കിയ ഒരാളാണ്. ഞാനിവിടെ വെച്ചാണ് ഇപ്പോൾ കാണുന്നത്. ഓൾ ദ ബെസ്റ്റ്. ഇതിലെ നായിക, ഈ പടത്തിലെ നായിക പേര് സാരംഗി. ഓൾ ദ ബെസ്റ്റ്. എവിടെ ഇരിക്കണമെന്ന് കണ്ടുകൂടാ. പോയാ? അതെ. എല്ലാവർക്കും ജോണി, ഞാൻ നിന്നോട് പ്രത്യേകം പറയുന്നില്ല. കാരണം ഒരു സിനിമയും ജോണി വെറുതെ വിടുന്നില്ല. ഇടയ്ക്ക് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും CID മൂസ സെക്കൻഡ് ഉണ്ടോ? ഞാൻ പറയാം എവിടെ ചെയ്യാൻ, അവൻ ഇവിടെ ഒന്നുമില്ല, അവൻ അതിൻ്റെ പുറകെ പോയിരിക്കുകയാണ്. എന്നെങ്കിലും വരും എന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു.
ഡയറക്ഷനിലേക്ക്. വലിയ സന്തോഷം ഈ സായാഹ്നത്തിൽ ഈ വലിയ ഫങ്ഷനിൽ പങ്കെടുക്കാൻ സാധിച്ചാൽ. താങ്ക്സ് എ ലോട്ട് ആൻഡ് ഓൾ ദ ബെസ്റ്റ്. ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ. അയ്യോ, എൻ്റെ മക്കൾ, എൻ്റെ അത്രയും അടുപ്പമുള്ള ഷാനീസാക്കി, ഷറഫ്, ശബരിനെ കണ്ടു, ഞങ്ങളിവിടെ കൈമാറി. വലിയ സന്തോഷം. സിജു, അരുൺ, എല്ലാവരോടും, റോണി, താങ്ക്സ് എ ലോട്ട്. താങ്ക് യു സോ മച്ച് ദിലീപേട്ട. പോകട്ടെ. അങ്ങനെയാവാം.